എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ വിഷയമാണ്. പണ്ടൊരിക്കൽ ഒരു ഗുരുവിൻ്റെ ആശ്രമം, അവിടെ 5 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 5-മൻ അത്ര മിടുക്കനൊന്നുമല്ല. എങ്കിലും മറ്റുള്ള 4 പേരും അവനോട് വളരെയധികം സ്നേഹത്തോടെയും വളരെ കരുതലോടെയും വളരെ സൗഹൃദത്തിലും ഒക്കെയാണ് പെരുമാറുന്നത്. എന്നാൽ കുറേ വർഷം കഴിഞ്ഞപ്പോൾ അവനോടുള്ള അവരുടെ സമീപനമൊക്കെ മാറി. അവനെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, അവനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവനോട് പലതരത്തിൽ എല്ലാവരും ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവന് വല്ലാതെ ഒരു മനസ്സ് മടുപ്പ് തോന്നി. അപ്പോൾ അവൻ ഈ ആശ്രമത്തിൽ നിന്ന് പോയാലോ എന്ന് വരെ ആലോചിച്ചു. അപ്പോൾ അവൻ നേരെ ഗുരുവിനെ ചെന്ന് കണ്ട് അവൻ്റെ വിഷമം അവതരിപ്പിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഇത് എത്രത്തോളം പോകും എന്ന് നോക്കിയിട്ട് നിങ്ങളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റുള്ളവരോടൊന്നും ഈ കാര്യം പറയാതിരുന്നത്. അപ്പോൾ അവൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നേരത്തെ നീ ഈ 5 കുട്ടികളുള്ളതിൽ നീ 5-ാം സ്ഥാനത്ത് 5-മനായി തുടരുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അപ്പോഴെല്ലാം നിൻ്റെ മണ്ടത്തരങ്ങളും പരാജയങ്ങളും അതെല്ലാം അവർ ഉൾക്കൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പവും വന്നില്ല. അതേസമയം ഇപ്പോഴുള്ള നിൻ്റെ നില എന്ന് പറഞ്ഞാൽ വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരവസ്ഥയാണ്. അതായത് നീ 5-മൻ എന്നുള്ള സ്ഥാനത്തിൽ നിന്നും നീ 1-മനോ അല്ലെ 2-മനോ ആ ഒരു രീതിയിലേക്ക് അവർക്കെല്ലാ കാര്യത്തിലും അവരുടെ ഒപ്പത്തിനൊപ്പം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. നിന്നെ മാനസികമായിട്ട് തളർത്തി, അതായത് ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് നിന്നെ ഒന്ന് വീഴിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. നിന്നിൽ അവർ എന്തോ പ്രത്യേകത കാണുന്നു, നിനക്ക് എന്തോ നേട്ടമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നീ ഉയർച്ചയുടെ രീതിയിലേക്ക് പോകുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ തളർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അല്ലാതെ നിന്നെ വളർത്താനല്ല അവർ ഉദ്ദേശിക്കുന്നത്, നിന്നെ അടിച്ചിരുത്താനാണ് നോക്കുന്നത്. അപ്പോൾ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, കാരണം നീ മുന്നേറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ കാര്യം അവരോടും പറയുന്നുണ്ട്. ഇനിമേലിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവർക്കും ഇതൊരു പാഠമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. അപ്പോൾ നാം ഈ ഒരു ചെറിയ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് അസൂയയുടെ പാത്രമാകുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അപൂർവമായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ നോക്കുമ്പോൾ ഒരു മേന്മയുടെ ഒരു അംശം നിങ്ങളിൽ കൂടി വരുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ക്ഷീണിപ്പിക്കാനോ അവർ ശ്രമിക്കുക. അല്ലാതെ ആണെങ്കിൽ നിങ്ങളെ അവർ ഗവനിക്കുന്നേയില്ല. അതേസമയം നിങ്ങൾ അവർക്കൊരു വെല്ലുവിളിയാകുന്നു എന്ന് തോന്നുമ്പോഴാണ് അവർ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾക്കെല്ലാം പിറകെ പോകുന്നത്. നിങ്ങൾക്ക് പ്രോഗ്രസ്സാണ്, നിങ്ങളുടെ പുരോഗതിയുടെ അളവാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് പഴമക്കാർ ഒരു കാര്യം പറയാറുണ്ട്. അതായത് ഒരു മാന്തോപ്പിൽ നിറയെ മാവുകൾ നിൽപ്പുണ്ടെങ്കിലും നിറയെ മാങ്ങകളുള്ള ആ മാവിനെ മാത്രമേ ആൾക്കാർ എറിയുള്ളൂ. അതായത് നേട്ടങ്ങളുള്ളവരെ എറിയുള്ളൂ. അല്ലാത്ത മാവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ അവരുടെ വഴിയേ പോകും. അപ്പോൾ ഈ കാര്യം നിങ്ങളും മനസ്സിലാക്കുക.